ചെല്ലാനത്ത് വാഹനങ്ങൾ നശിപ്പിച്ചതായി പരാതി. ഓട്ടോറിക്ഷ കത്തിക്കുകയും 2 സ്കൂട്ടറുകൾ കനാലിലേക്ക് തള്ളിയിടുകയും ചെയ്തു. അക്രമത്തിന് പിന്നിൽ പ്രദേശത്തുള്ള ലഹരി സംഘമാണെന്നാണ് സംശയം. ചെല്ലാനം സ്വദേശിയായ ശരത് എന്നയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മദ്യലഹരിയിൽ ചെയ്തതാണെന്നാണ് പ്രതി നൽകിയ മൊഴി. നിതിൻ സേവ്യറാണ് ചേരുന്നത്. നിതിൻ, എന്തൊക്കെ അക്രമങ്ങളാണ് ഇയാൾ കാണിച്ചു കൂട്ടിയിരിക്കുന്നല്ലേ? ഒരാൾ മാത്രമാണോ ഈ അക്രമത്തിന് പിന്നിൽ? വിനീത, ഒരാൾ മാത്രമാണോ ഈ ആക്രമണത്തിന് പിന്നിൽ എന്ന കാര്യം കണ്ണമാലി പോലീസ് വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. ഇന്നലെ രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത്. ഒരു അജ്ഞാത സംഘം അവരെത്തി ഇത്തരത്തിൽ വാഹനങ്ങൾ നശിപ്പിക്കുകയായിരുന്നു. അജ്ഞാത സംഘമാണോ ഇയാൾ ഒറ്റയ്ക്കാണോ എന്ന കാര്യത്തിൽ പോലീസ് ഒരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല. പോലീസ് അതിൽ അന്വേഷണം നടത്തുന്നുണ്ട്. ഏതായാലും ഇന്നലെ രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത്. ഒരു ഓട്ടോറിക്ഷ ചെല്ലാനത്ത് കടന്ന ഒരു ഓട്ടോറിക്ഷ കത്തിക്കുന്നു. സമീപത്തുണ്ടായിരുന്ന ചില വാഹനങ്ങൾ, 2 ബൈക്കുകൾ കനാലിലേക്ക് തള്ളിയിടുന്നു. ചില വാഹനങ്ങൾ നശിപ്പിക്കുന്നു. അതിൽ കമ്പും മറ്റും ഉപയോഗിച്ച് അതിൽ വലിയ തോതിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു. അങ്ങനെ ഇന്ന് രാവിലെയാണ് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ, ഈ വാഹനത്തിന്റെ ഉടമസ്ഥരൊക്കെ തന്നെ കണ്ണമാലി പോലീസിൽ പരാതി നൽകുന്നത്. തുടർന്ന് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ അവിടെ ഉണ്ടായിരുന്ന ചില CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ശരത്ത് അവിടെ നിന്നും ഇത്തരത്തിൽ പോകുന്നതായി പോലീസ് കണ്ടെത്തുന്നത്. തുടർന്ന് ശരത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയായിരുന്നു. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ശരത്ത് കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. താൻ മദ്യലഹരിയിലാണ് ഇതെല്ലാം ചെയ്തതെന്നാണ് പോലീസിനോട് ശരത്ത് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ പോലീസ് ഇയാൾ ഒറ്റയ്ക്കാണോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്തിയിട്ടില്ല. അത് അന്വേഷിക്കുന്നുണ്ട്. മറ്റാരെങ്കിലും കൂടെ ഉണ്ടായിരുന്നോ എന്ന കാര്യവും അന്വേഷിക്കുന്നുണ്ട്. ഇവിടെ വലിയ തോതിൽ ലഹരി സംഘങ്ങൾ രാത്രികാലങ്ങളിൽ അക്രമങ്ങൾ ഉണ്ടാക്കുന്നു എന്ന പരാതി നാട്ടുകാർക്കുണ്ട്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നേരത്തെയും പലരെയും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയും താക്കീത് നൽകി വിട്ടയക്കുകയും ഒക്കെ ചെയ്തിരുന്നതാണ്. ഏതായാലും ശരത്തിനെ നിലവിൽ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇയാൾക്കൊപ്പം മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ എന്ന അന്വേഷണവും പോലീസ് നടത്തുന്നുണ്ട്. വിനീത, ശരി. നിതിൻ സേവ്യറാണ് വിശദാംശങ്ങൾ നൽകിയത്.